ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിലായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എൻ്റെ പേര് തന്നെയാണ് കേട്ടോ, പേര് മുൻഷിറ ഫൈസ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ രാത്രിയിൽ ഇപ്പം എങ്ങോട്ടേക്കാന്നല്ലേ ഞങ്ങൾ പോകുന്നത്. രാത്രിയിൽ ഇപ്പം മിച്ചുവിന് ഒരു മൊബൈൽ ഫോൺ, കളിക്കുന്ന ഫോൺ ഉണ്ടല്ലോ, ഈ പാട്ടൊക്കെ കേൾക്കുന്നത്. അപ്പോൾ അതിപ്പം താഴെ ഏട്ടൻ്റെ വീട്ടിൽ പോയ സമയത്ത് മോനോൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾ ഫുൾ കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. ഓനിക്കും വേണമെന്ന് പറഞ്ഞിട്ട് ഓനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇതേപോലത്തെ ഇക്ക വാങ്ങിക്കൊടുത്തതും അതുപോലെ തന്നെ എൻ്റെ ഉമ്മയൊക്കെ ടൂർ പോയി വന്നപ്പോഴൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അതൊക്കെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ റിപ്പയർ ആക്കി കേട്ടോ. ഫുള്ളും അടിച്ചു പൊട്ടിച്ച് അതിൻ്റെ ബട്ടണും കാര്യങ്ങളൊക്കെ വേറെ വേറെ ആക്കി എടുത്തിട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ അത് നാശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അത് കണ്ടപ്പോൾ എനിക്കത് വേണമെന്നായിട്ടോ. അപ്പം കുട്ടികൾ ഇപ്പം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, മറ്റു കുട്ടികളുടെ കയ്യിൽ എന്താണുള്ളത് അത് വേണമെന്ന് പറഞ്ഞിട്ട് എന്തായാലും വാശി പിടിക്കും കേട്ടോ. ഈ ഒരു പ്രായത്തിൻ്റെ ഇതല്ലേ. അങ്ങനെ പിന്നെ ഇക്ക വന്ന സമയത്ത് തന്നെ ഇത് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞാൽ പിന്നെ വാ നമുക്ക് മേപ്പാടി പോയിട്ട് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അതിന് ഞങ്ങൾ വേഗം ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ഒരു ഫാൻസി ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ എല്ലാ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് തുറന്ന് പൂട്ടിയിട്ടില്ല വിചാരിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു. പക്ഷേങ്കിൽ അതൊക്കെ പൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ വേറൊരു കടയിലേക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ ഇല്ല കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ വണ്ടി ഒരു സ്ഥലത്തെടുത്തിട്ട് നിർത്തിയിട്ട് നമ്മൾ നടക്കുകയായിരുന്നു കേട്ടോ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ പറയുന്നു, നീ വരണ്ട, നീ വണ്ടിയിൽ പോയിരുന്നോ, ഞാൻ പോയിട്ട് മേടിച്ചോളുന്നു കേട്ടോ. ഞാൻ വേണ്ട, നമുക്ക് ഒരുമിച്ചിട്ട് നടക്കാം. കാരണം രാത്രി നടക്കാൻ നല്ലൊരു സുഖമല്ലേ. അധികം വണ്ടി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ അവിടെ വന്നു, അവിടെയും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ തിരിച്ചതാ കാറിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് വീട്ടിൽ പോവാം, പിന്നെ എപ്പോഴെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. നാളെ ഇനി കടയിൽ പോയി വരുമ്പോൾ മേടിച്ചാൽ മതി. അപ്പോൾ എനിക്ക് പറഞ്ഞു വേണ്ട, നമുക്ക് ഒന്നും കൂടി ഒന്ന് മുമ്പിലേക്ക് പോയോക്കാം, ആ പോലീസ് സ്റ്റേഷൻ്റെ ആ ഭാഗത്ത് വരെ ഒന്ന് പോയി നോക്കാമെന്നാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുത്തുമല റോഡ് ഉണ്ടല്ലോ, അവിടെ ആയിട്ട് ഒരു ചെറിയൊരു കട ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കട ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അത് പറയും നമ്മളെ കണ്ണിൽ കാണാത്ത കടകളൊക്കെ അധിക സാധനങ്ങളും ഉണ്ടാവുക കേട്ടോ. ഈ ഒരു ഷോപ്പിൽ എല്ലാ സാധനവും ഉണ്ട്. കുട്ടികളുടെ ടോയ്സും അതുപോലെ തന്നെ നമ്മളെ ബുക്സ് ആണെങ്കിലും പേനയാണെങ്കിലും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. കുറേ സാധനം. അപ്പോൾ എനിക്കെന്നെ അതിശയപ്പെട്ടു. കാരണം ഞാൻ പല പ്രാവശ്യം ഇതിൽ കൂടെ പോയിട്ടും ഈ ഒരു കട ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ അതേ പറഞ്ഞത്, നമ്മളെ ഒരിക്കലും നമ്മളെ കണ്ണിൽ എത്തിപ്പെടാത്ത ഒരു കടകളിലൊക്കെ ആയിരിക്കും എല്ലാ സാധനങ്ങളും ഉണ്ടാവുക കേട്ടോ. ന്യൂസ് പേപ്പേഴ്സ് ആണെങ്കിലും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. നമ്മളെ കളിക്കുടുക്ക, ബാലരമ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അങ്ങനെ പിന്നെ അവിടുന്ന് എനിക്കൊരു 2 സാധനം വാങ്ങിട്ടോ. ഒരു മൊബൈൽ ഫോണിൻ്റെ കളിക്കുന്ന ഒരു ഫോണും അതുപോലെ തന്നെ വേറൊന്ന് ഫോണ് മാതിരി നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് കളിക്കൂലേ, അപ്പം ആ ഒരു സംഭവം കൂടെ ഉണ്ട്. അപ്പം അത് രണ്ടും കിട്ടിയപ്പോൾ തന്നെ ആൾ ഭയങ്കര ഹാപ്പിയായി. അപ്പം നമ്മൾ ഓരോന്ന് വെച്ചിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വീട്ടിലെത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരെണ്ണം കൂടി മേടിക്കിരുന്നു കേട്ടോ. കാരണം ഇച്ചു ഇതൊക്കെ തീരെ കൊടുക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെങ്കിൽ അപ്പം നമുക്ക് തന്നെ ഉറപ്പായിരുന്നു. കാരണം അത് വാങ്ങിക്കൊടുത്തതിൻ്റെ ആ സമയത്തുള്ള ഹാങ് ഓവറാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ കുറയും. അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. അത് കിട്ടി 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ അത് ഫുള്ളും അതിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം അത് കിട്ടിയപ്പോൾ മുതൽ പിന്നെ ഫുൾ പാട്ട് ഇടയിലും കളിക്കലും നമുക്ക് തന്നെ ഞങ്ങൾ തന്നെ എടുത്തിട്ട് കളിക്കുമ്പം ഓന് തരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ അപ്പം എല്ലാ മക്കളും ഈ ഒരു പ്രായത്തിൽ അങ്ങനെ തന്നെ ഇരിക്കും. ഇവനും ആദ്യമായിട്ട് മറ്റേ ഫോൺ വാങ്ങിക്കൊടുത്തപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷെ പിന്നെ ഓൻ തന്നെ ഓരോ ബട്ടണുകളായിട്ട് റിപ്പയർ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളിതാ വീട്ടിലേക്ക് എത്തിട്ടോ. വീട്ടിലേക്ക് എത്തി. അപ്പം ഇനി ഇക്കാക്ക് എന്തെങ്കിലും ഫുഡോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുക്കണം, ലൈറ്റായിട്ട് എന്തെങ്കിലും മതിയെന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിച്ചു ഇത് കിട്ടിയതിൻ്റെ ഹാങ് ഓവറിലാണ് കേട്ടോ. ആക്കിയത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇപ്പോൾ പുതിയ കടയിൽ നിന്ന് വാങ്ങിയതും കൂടി ആകുമ്പം അതെന്തായാലും കയ്യിൽ നിന്ന് വെക്കൂല, കിടക്കുമ്പോൾ വരെ റൂമിൽ അതുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഉമ്മാക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആള് ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ പിന്നെ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളെ കുറേ ചീത്ത പറഞ്ഞിട്ടും അടിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. കാരണം സ്വാഭാവികമായിട്ടും മറ്റു കുട്ടികളെ കയ്യിലുണ്ടാകുമ്പം ഒരു കാര്യം ഇപ്പം മുട്ടായി ആണെങ്കിൽ പോലും ഞാനൊക്കെ 2-3 മുട്ടായി എന്തായാലും സ്റ്റോക്ക് ചെയ്ത് വെക്കലാണ് കേട്ടോ. പെട്ടെന്നായിട്ടും കരഞ്ഞിട്ടുണ്ടെങ്കിലോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെ പിന്നെ ഓന് ഫോണ് കളിക്കുന്ന സമയം കൊണ്ട് ഞാൻ വേഗം എന്താക്കി, മുന്തിരികൾ എടുത്തിട്ട് കുറച്ച് മുന്തിരി എടുത്തിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ജ്യൂസ് അടിക്കുകയാണ് കേട്ടോ. അപ്പം ഇക്കാക്ക് ജ്യൂസ് മതി എന്ന് പറഞ്ഞു. കാരണം വേറെ ഒന്നും വേണ്ട. കാരണം വൈകുന്നേരം ഫുഡും കാര്യങ്ങളൊക്കെ ചായയും കടിയൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ ആൾക്ക് വലുതായത് വിശക്കുന്നില്ല. പിന്നെ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പം അതിൻ്റെ വായിൽ വെപ്പിക്കാൻ കേട്ടോ. പക്ഷെ ആൾ കുടിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ.
അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കിടക്കുമ്പോൾ വരെ ആ ഫോണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇതിൻ്റെ ടോപ്പിലുള്ള മൂടിയൊക്കെ ഇതാ ഇപ്പം തന്നെ ഓന് ഊരിയിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ഇടാൻ പറ്റും കേട്ടോ, പെട്ടെന്ന് തന്നെ ഇടാൻ പറ്റും. പിന്നെ ഇതൊക്കും ഒന്നും കൊടുക്കുന്നത് ഓനെ കൈ പിടിച്ചേക്കും. അപ്പം ഇതിപ്പം ഞാനൊക്കെ പണ്ട് ചെറുപ്പത്തിൽ കളിച്ചിരുന്ന ആ സെയിം സാധനം തന്നെ കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടോ. പിന്നെ അത് രാവിലെ എണീറ്റ പാടുള്ള പരിപാടിയാണ്. അപ്പം ഇച്ചുവിന് ടേബിൾമേ തന്നെ കയറിയിരിക്കണം ആളാണ്. മുട്ട തൊലിക്കുന്നതും കറി വിളമ്പിത്തരുന്നതും ഫുഡ് തരുന്നതൊക്കെ കേട്ടോ. പിന്നെ അതായത് എൻ്റെ ഇച്ചുവിൻ്റെയൊക്കെ കളികളാണ്. ഇപ്പം പിന്നെ രണ്ടാൾക്കാരായതുകൊണ്ട് കളിക്കാൻ ഒരാൾ രണ്ടുപേരും കൂടി കളിക്കുമ്പം അവർക്ക് തന്നെ സമയം പോകുന്നതൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ എടുത്തത് നമ്മുടെ 2 ദിവസം മുമ്പാണ് കേട്ടോ. നല്ല വെയിലുള്ള ദിവസമായിരുന്നു. പെട്ടെന്നൊന്ന് മഴ പെയ്തു കേട്ടോ. അപ്പം ആ മഴ പെയ്ത സമയത്ത് നല്ല എന്താ പറയുക, ഒരു നല്ല സ്മെല്ലുണ്ടായിരുന്നു, പുതുമണ്ണിൻ്റെയൊക്കെ സ്മെല്ല് എന്ന് അറിയില്ലേ. അപ്പം ഞാൻ പെട്ടെന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് എടുത്തു. അതുപോലെ തന്നെ പുറത്ത് പാത്രം കഴുകിയതിൻ്റെ കുറച്ച് പാത്രങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ കൂടിയിട്ട് ഇനി അകത്തേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പം നല്ലൊരു മണ്ണിൻ്റെ സ്മെല്ലാണ് കേട്ടോ. അപ്പം ഈ ഒരു സ്മെല്ല് ഇഷ്ടമുള്ളവർ ആരൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സ്മെല്ല്. അങ്ങനെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ വൈകുന്നേരത്തെ പരിപാടിയൊക്കെയാണ് കേട്ടോ. റജബ് മാസം തുടങ്ങിയപ്പോൾ മുതലുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ ഏതെങ്കിലും ഒരു ദിവസം നോമ്പെടുക്കാനുള്ളത്. അങ്ങനെ ഇപ്പോൾ തിങ്കളാഴ്ച ദിവസം തന്നെ നോമ്പെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ സ്നാക്സിനായിട്ട് മുട്ട ബജിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ കടിക്കായിട്ട് പത്തിരി ഒന്നും ഉണ്ടാക്കുന്നില്ല, നമ്മൾ സാധാ പുട്ടാണ് കേട്ടോ. കുത്തരീൻ്റെ കുത്തരി ഉണ്ടായിരുന്നു, അത് പൊടിപ്പിച്ചിട്ടുള്ള പുട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തന്നെ കിട്ടും. പിന്നെ അത് കുഴച്ച് വെക്കുന്ന സമയം കൊണ്ട് ഞാൻ വേഗം ഓയിൽ ചൂടായപ്പം വേഗം അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. മുട്ട ബജിൻ്റെ വേഗം ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പം കുട്ടികൾ രണ്ടുപേരും കളിക്കാൻ കേട്ടോ. ഇച്ചു പുറത്ത് കളിക്കുന്നുണ്ട്, യജദ അകത്ത് നിലത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ കരയുന്നതിന് മുമ്പ് പണിയൊക്കെ കൂടി തീർക്കണം. അപ്പം 5 മണി കഴിഞ്ഞതിന് ശേഷം കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഉണ്ടാക്കിയ വാഴേൻ്റെ ഫസ്റ്റ് ഇച്ചുവാണ് കേട്ടോ ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പം പിന്നെ അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പിന്നെ പുട്ടിനുള്ളതും വെച്ചിട്ടുണ്ട്. പിന്നെ മുന്തിരി ജ്യൂസ് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം കൂടി അവിലും വെള്ളം കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോഴത്തേക്ക് നമ്മൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും ചെടപെടേന്നാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുഴുവനായിട്ടുള്ള വീഡിയോസൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതെല്ലാം കൂടി സെറ്റാക്കിയിട്ട് ടേബിളിൻ്റെ മുകളിൽ വെച്ചാൽ മതി കേട്ടോ. എന്നാൽ പിന്നെ ഞങ്ങൾ നോമ്പ് തുറക്കാണ് കേട്ടോ. ഇതുവരെ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചിട്ടില്ലാത്ത എനിക്ക് ഇന്നലെ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുത്തന്നു കേട്ടോ. അപ്പോൾ എനിക്കും ഇച്ചുവിനും ഭയങ്കര ആവശ്യമായിരുന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരും ഇതിലായിട്ട് കഴിച്ചിട്ടില്ല. ജ്യൂസോ മറ്റോ ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ടുണ്ടോ, അല്ലാണ്ട് ഇങ്ങനെ നമ്മൾ മുറിച്ചിട്ട് കഴിക്കില്ല, അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ആവേശത്തിൽ പൊളിച്ചപ്പോഴാണ് കണ്ടത് ഇത് വൈറ്റ് കളർ ഡ്രാഗൺ ഫ്രൂട്ട് ആണ് കേട്ടോ. റോസാന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതായിരുന്നു കേട്ടോ. പക്ഷേ വൈറ്റ് കളറാണ്. അങ്ങനെ പീസ് ആക്കാൻ കേട്ടോ. മുറിക്കുമ്പോൾ എന്നെക്കാട്ടിലും ധൃതി ഇച്ചുവിനായിരുന്നു കേട്ടോ. അപ്പോൾ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്കും ഇച്ചുവിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു. ശരിക്കും എല്ലാവരും പറയല് ഡ്രാഗൺ ഫ്രൂട്ട് മുറിച്ചിട്ട് കഴിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ടേസ്റ്റ് ജ്യൂസ് കുടിച്ചിട്ടാണെന്നാണ് കേട്ടോ. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. ജ്യൂസ് കുടിച്ചിട്ട് ഒരു ഭയങ്കര ചവർപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനെക്കാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടത് മുറിച്ചിട്ട് ചെയ്യുന്നു കേട്ടോ. നല്ല പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കലൊക്കെ കഴിഞ്ഞു, ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോൾ ഓർഡറിങ് കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടതൊക്കെ അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.